ഒരു വലിയ ഹാർവെസ്റ്റിങ്ങിലേക്ക് നമ്മൾ അടുത്ത ആഴ്ച കൂടി പോകത്തേ ഉള്ളൂ. അപ്പം ഇവിടെ ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. പക്ഷേ ജനങ്ങൾക്കൊരു അവയർനെസ് വേണം ഇതിനെപ്പറ്റി. പെസ്റ്റിസൈഡ്സ് ഇല്ലാത്ത പച്ചക്കറികൾ നമുക്ക് നേരിട്ട് തന്നെ എത്തിക്കാനുള്ളൊരു സാഹചര്യമാണ് നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ അവയർനെസ് ജനങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അത് അവയർനെസ് ഉണ്ടാക്കാനായിട്ട് മീഡിയയുടെയും എല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അവയർനെസ് ഉണ്ടാവുള്ളൂ. ഈ കൊടുക്കുന്ന ഇതിന് സാധാരണ ഉള്ള കുക്കുംബറിനേക്കാളും മാർക്കറ്റിൽ നല്ല വില കിട്ടും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എന്ന് പറഞ്ഞാൽ കുക്കുംബറല്ല, അത് സലാഡ് വെള്ളരിയാണ്. തമിഴ്നാട്ടിൽ നിന്ന് സലാഡ് വെള്ളരിയാണ് നമ്മളിവിടെ പലരും കുക്കുംബർ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ കുക്കുംബറാണ് നമ്മളിപ്പോൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ ഡയബറ്റീസ് ആയാലും പിന്നെ കൊളസ്ട്രോളിന് അഗെയിൻസ്റ്റ് ആയാലും പിന്നെ അതുപോലെ ക്യാൻസർ അഗെയിൻസ്റ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് മുതൽ നമ്മൾ ഒരുപാട് ഒരു ഔഷധ ഗുണമുള്ള ഒരു സംഗതിയാണ് യഥാർത്ഥ ഈ ഒരു കുക്കുംബർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ചൂടിൻ്റെ ഒരു കാലാവസ്ഥയിൽ ഇത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ 10 സെൻറ്റിൽ ഇപ്പോൾ സലാഡ് കുക്കുംബർ ചെയ്തിരിക്കുന്നു. ഇനി ഈ പോളി ഹൗസ് കുറച്ചുകൂടെ വിപുലമാക്കാനുള്ളൊരു ശ്രമമുണ്ട്. നമ്മളതിൻ്റെ ആലോചനയിലാണ്. ഇപ്പോൾ ഒരു പോളി ഹൗസ് കൂടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ്. അവിടെയും ഈ സലാഡ് കുക്കുംബർ തന്നെയാണോ ചെയ്യുന്നത്? ഇല്ല, ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ സലാഡ് കുക്കുംബർ ചെയ്യാം, കൗപ്പി നമ്മുടെ പയർ ചെയ്യാം, പിന്നെ നമുക്ക് തക്കാളി ചെയ്യാം, പിന്നെ അങ്ങനെയൊക്കെയുള്ള പിന്നെ ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ക്രോപ്പുകൾ മാറി മാറി റൊട്ടേഷനിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് അതായിരിക്കും. അടുത്തൊരു സ്റ്റെപ്പ് അതായിരിക്കും. ചിറ്റുമല പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഈ പ്രദേശത്ത് ധാരാളം കൃഷിപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിലും ആദ്യമായിട്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഹൈടെക് ഫാമിംഗ് പരീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ത്രിതല പഞ്ചായത്തിന്റെ സഹായ വാഗ്ദാനം ഈ നൂതന കൃഷി സമ്പ്രദായത്തിന് ലഭിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഓപ്പൺ എയറിൽ ചെയ്യുന്നുണ്ട് കൃഷി അല്ലേ? ഈ ഹൈടെക് ഫാമിങ്, അതായത് പോളി ഹൗസിലെ പച്ചക്കറി കൃഷി, ഇതൊക്കെ വളരെ അസാധാരണമായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഹൈടെക് ഫാമിങ്ങിനെ കുറിച്ച് എന്താണ് മാഡത്തിൻ്റെ അഭിപ്രായം? അത് പിന്നെ ഈ ഹൈടെക് ഫാമിങ് ഞാൻ ഇപ്പോഴാദ്യമായിട്ടാണ് കാണുന്നത്. ഈ സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇപ്പം ഞാൻ ചോദിച്ച് മനസ്സിലാക്കുന്നത് അത് നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്നും വരുന്ന ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികൾ ഇതിനകത്ത് കടക്കാതെ പിന്നെ മറ്റ് ദോഷവശങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിലുള്ള ഈ സംരക്ഷണം നടന്നുകൊണ്ട് നല്ല രീതിയിൽ ഈ പദ്ധതികൾ ഏറ്റെടുത്ത് പിന്നെ വിഷാംശങ്ങളൊന്നും കലരാതെ തന്നെ അതിനകത്ത് പിന്നെ കായ്ഫലങ്ങൾ നല്ല സമർത്ഥമായി വളർത്തിക്കൊണ്ട് പിന്നെ നമുക്ക് നാടിന് പ്രയോജനം ചെയ്യാൻ കഴിയും. ഞാനും ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് എന്തുകൊണ്ട് അതിൻ്റെ ആ പ്രയോജനങ്ങൾ ഓപ്പൺ എയർ ചെയ്യുന്നതിനേക്കാളും പ്രയോജനകരമാണ്. അതിനകത്തുണ്ടാകുന്ന ഈ വിഷാംശവുമായി ബന്ധപ്പെട്ടുള്ളത് എല്ലാം കീടബാധ തടയുന്നു. പിന്നെ അതുപോലെ തന്നെ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതിനായി കൂടുതൽ ജൈവ വളമാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ അപ്പോൾ ഇത് കണ്ടല്ലോ മാഡം, ആദ്യമായിട്ടാണെങ്കിലും ഇതിപ്പോൾ കണ്ടു. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ ഫാമിങ്ങിനെ, ഹൈടെക് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇനി പഞ്ചായത്ത് തലത്തിൽ നിന്ന് എന്തെങ്കിലും സഹായം ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ടോ? നമുക്കങ്ങനെ ചെയ്യാൻ നമുക്ക് ഗവൺമെൻറ് നോംസ് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും കൃഷിക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അത് നമുക്ക് അങ്ങനെ ആ നോംസ് അനുസരിച്ച് അത്രയും പൈസ, ഇപ്പം ഞാൻ കൃഷി ഓഫീസിലോട്ട് സംസാരിച്ചുകൊണ്ട് 5 ലക്ഷം രൂപയോളം ചിലവ് വരുവാണ് പറഞ്ഞത്. നമുക്കതിനകത്ത് എത്രമാത്രം സബ്സിഡി കൊടുക്കാൻ പറ്റുമോ പരമാവധി സബ്സിഡി കൊടുത്തുകൊണ്ട് കൃഷിക്കാരെ സഹായിക്കാൻ പഞ്ചായത്ത് ഇപ്പോഴും സന്നദ്ധമാണ്. ഇത്തരത്തിലുള്ള പുതിയ കൃഷിരീതികൾ വ്യാപകമാക്കുന്നതിന് പഞ്ചായത്ത് തലത്തിലും കൃഷിഭവനിലൂടെയും ധാരാളം സഹായങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. ഈ ധനസഹായങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി കൃഷി മുന്നോട്ട് കൊണ്ടുപോയാൽ നഷ്ടമുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, നല്ല ലാഭവും ലഭിക്കും. ഈ കായലിലുള്ള ഈ പെരുന്നാട് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് തന്നെ ആയിക്കോട്ടെ, അപ്പോൾ ഒരുപാട് ജലം കിട്ടും കൃഷിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ജലസമ്പത്തുള്ള ഈ ഒരു പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ കാർഷിക അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ കാർഷിക അവസ്ഥ കായൽ ജലം പൂർണ്ണമായിട്ട് കൃഷി ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം അത് ഉപ്പുവെള്ളമാണ്. അപ്പോൾ എന്നാൽ കായലിൻ്റെ കരയ്ക്ക് സ്വാഭാവികമായിട്ടും വെള്ളം കിട്ടും. അപ്പോൾ കരയിൽ ആ വെള്ളം എടുത്ത് കൃഷി ചെയ്യാൻ ഒരു പരിധിവരെ കഴിയും. അതോടൊപ്പം തന്നെ ഇവിടെ കുറേയേറെ നീരുറവുകളുണ്ട്. ആ നീരുറവുകളെയൊക്കെ സംരക്ഷിച്ച് നിർത്തി അവിടെ നിന്ന് ആ വെള്ളം ഉപയോഗിച്ച് കുറേ കൃഷിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ കരപ്രദേശങ്ങളിൽ കുറേയേറെ കൃഷികൾക്ക് പ്രയോജനപ്പെടും. അങ്ങനെ കുറേ കാലങ്ങളായിട്ട് തന്നെ പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് ഈ പഞ്ചായത്തിലെ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രോജക്റ്റുകൾ വെച്ച് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ തരിശായി കിടക്കുന്ന നിലങ്ങളൊക്കെ ഏറ്റെടുത്ത് കൃഷി ചെയ്യുകയും അത് ഒരു പൂവുള്ളത് ഇരുപൂവ്
കൃഷി ചെയ്യിക്കുകയും അങ്ങനെ നെല്ലുൽപ്പാദനം അടക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഇടവിള കൃഷി, കരപ്പുരയിടങ്ങളിൽ ഇടവിള കൃഷിക്ക് വേണ്ടി വാഴവിത്തും ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയിട്ടുള്ള ഇടവിള കൃഷിയും വളരെ സജീവമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. കൂടാതെ തെങ്ങ് കൃഷി എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരുതരം മണ്ടരി പോലുള്ള രോഗങ്ങൾ ബാധിച്ച് തെങ്ങെല്ലാം അല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഒരു പരിധി വരെ രോഗം വന്ന തെങ്ങുകൾ മുറിച്ചു മാറ്റി പകരം തൈ നടുകയും രാസവളങ്ങളിൽ നിന്ന് പരമാവധി നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ജൈവവളങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആവശ്യമായ പദ്ധതികൾ കുറേ വർഷങ്ങളായിട്ട് നടപ്പാക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രധാനം ചെയ്തപ്പോൾ ചുറ്റുമുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണിത്. ചുറ്റുമുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ വർഷം കാർഷിക മേഖലയ്ക്ക് പുരോഗതിക്ക് കാർഷിക മേഖലയ്ക്ക് ആ പുരോഗതി കൈവരിക്കാൻ വേണ്ടി അതിന് മുൻതൂക്കം കൊടുത്തിട്ടുള്ള പ്രോജക്റ്റുകളാണ് ഈ വർഷം നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അത് നെൽകൃഷിയായാലും ഇടവിള കൃഷിയായാലും അതിന് കാർഷിക യന്ത്രങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാനും സബ്സിഡി അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ വർഷം ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഹൈടെക് ഫാമിംഗ് കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. അതെ, പച്ചക്കറി കൃഷി ഓപ്പൺ എയറിൽ നിന്ന് മാറ്റി ഒരു പോളി ഹൗസിൽ അത് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിപ്പം സാറ് നേരത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇത് ദൂരദർശൻ്റെ കൃഷി ദർശൻ, ഏഷ്യാനെറ്റിൻ്റെ കൃഷിദീപം എന്നുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളതല്ലാതെ ഞങ്ങളുടെ ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിലെ ആദ്യ സംരംഭമാണ് പെരിനാട് ഗ്രാമപഞ്ചായത്തിൽ ഈ പ്രദേശത്ത് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നേരിട്ട് കണ്ട് അതിൻ്റെ ഗുണമേന്മയെക്കുറിച്ചൊക്കെ കുറേ മനസ്സിലാക്കി. ഇതെന്തുകൊണ്ടും ഇത് ഏറെ പ്രയോജനകരമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. പെരിനാട് പഞ്ചായത്തിലെ മൊത്തത്തിലുള്ള ഒരു കൃഷിയുടെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. കൃഷിയുടെ അവസ്ഥ പെരിനാട് പഞ്ചായത്തിലെന്നല്ല, നമ്മുടെ സംസ്ഥാനത്ത് മൊത്തത്തിൽ പറഞ്ഞാൽ കൃഷിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കൃഷിയെ ആരും പ്രോത്സാഹിപ്പിക്കാറില്ല. കൃഷിയെ പ്രോത്സാഹിപ്പിച്ചാൽ ഈ നാടിൻ്റെ ഈ മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ തന്നെ മാറാനുള്ള സാഹചര്യമുണ്ട്. അത് കൃഷിയെ ഇപ്പോൾ ഗവൺമെൻറ് കുറേ പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള മെച്ചപ്പെട്ട രീതികൾ പല ഭാഗങ്ങളിലും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളത്തിന്റെ ലഭ്യതക്കുറവും വളത്തിന്റെ വില കൂടുതലും നമ്മുടെ കർഷകരെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത്. തുള്ളിനന പോലുള്ള ആധുനിക സമ്പ്രദായത്തിലൂടെ കൃഷിക്ക് വേണ്ടി വെള്ളത്തിന്റെ അമിതമായ ഉപയോഗം ആവശ്യത്തിന് മാത്രമുള്ളതാക്കി തീർക്കാനും വളം അതിലൂടെ തന്നെ കൃത്യമായി ചെടിയുടെ ചുവട്ടിൽ തന്നെ എത്തിക്കാനും സാധിക്കുന്നു. മേഡം, ഇപ്പം ഇവിടെ 10 സെൻറ്റിന് ഇവിടെ പോളി ഹൗസിൽ സലാഡ് കുക്കുമ്പർ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ പുറത്ത് പ്രിസിഷൻ ഫാമിങ്ങിലൂടെ നമ്മളിവിടെ കുറേ പയർ കൃഷി ചെയ്തിട്ടുണ്ട് അല്ലേ? സന്ദീപ് സാർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 25 സെൻറ്റോളം സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തങ്ങളുള്ള ഇപ്പം പുറത്ത് പോളി ഹൗസിനകത്ത് ചെയ്യുന്ന കൃഷിയും പോളി ഹൗസിന് പുറത്ത് ചെയ്യുന്ന കൃഷിയുടെ വ്യത്യാസത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുറത്ത് ചെയ്യുന്നതിൻ്റെ ഗുണമേന്മ എന്താണ്, അല്ലെങ്കിൽ അതിനുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്? ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ പ്രിസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അവരവിടെ ഒരു കൺട്രോൾഡ് കണ്ടീഷനൊന്നുമില്ല. പക്ഷേ നമ്മളിവിടെ ഇപ്പോൾ ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. കർഷകരെ സംബന്ധിച്ചോളം നമുക്കറിയാം വളങ്ങൾക്കൊക്കെ നല്ല വില വളരെ കൂടുതൽ, മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ വിലയാണ്. അപ്പോൾ ഇവിടെ ഈ ഓപ്പൺ പ്രിസിഷനിൽ ചെയ്യുന്നത് ആവശ്യമായിട്ടുള്ള വളങ്ങളെല്ലാം നമ്മൾ ലായനി രൂപത്തിൽ തന്നെ ഡ്രിപ്പിൽ കൂടെ അവർ ജലസേചനം നടത്തുന്ന സമയത്ത് തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിൽ കൂടെ ആവശ്യമായ പോഷകമൂല്യങ്ങൾ അങ്ങനെ ലായനി രൂപത്തിൽ നൽകി അതൊക്കെ ചെടി. അപ്പോൾ അത് ലായനി രൂപത്തിൽ നമ്മൾ ഡ്രിപ്പിൽ കൂടെ നൽകുമ്പോഴത്തേക്ക് ചെടിക്ക് ആവശ്യമായ വളം ആവശ്യമായ സമയത്ത് ആവശ്യത്തിനനുസരിച്ച് ചെടിക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. മൂലകങ്ങളുടെ നഷ്ടം നമുക്ക് വളരെയധികം കുറയ്ക്കാൻ കഴിയും. ചിലവ് അതനുസരിച്ച് കുറയ്ക്കാം. അതുപോലെ തന്നെ കൂടുതൽ വിളവും നമുക്ക് ഈ സിസ്റ്റത്തിൽ കൂടെ നമുക്ക് ലഭിക്കും. അതാണ് ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ മറ്റേ സാഹചര്യങ്ങളെല്ലാം പഴയ സാധാരണ ചെയ്യുന്നത് പോലെ മാത്രമേ ഉള്ളൂ. അപ്പം വളത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അതാണല്ലോ പ്രധാനമായിട്ടും. ഒരു പച്ചക്കറി കൃഷിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 3 മാസം കൊണ്ട് വിളവെടുക്കേണ്ട ഒരു വിളയാണ്. അപ്പം ആവശ്യാനുസരിച്ചുള്ള വളം അതിൻ്റെ സമയത്ത് ആവശ്യത്തിന് കൊടുക്കുന്നതനുസരിച്ച് കൃഷിക്കാർക്ക് കൂടുതൽ ലാഭകരമാണെന്നുള്ളത് ഇതിൽ കൂടെ നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും. പോളി ഹൗസിലായാലും ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിലായാലും ഡ്രിപ്പ് ഇറിഗേഷൻ തന്നെയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇപ്പം പോളി ഹൗസിലാണെങ്കിൽ നമ്മൾ ഫോഗ് സിസ്റ്റമാണ്, ഡ്രിപ്പറും ഉപയോഗിക്കുന്നുണ്ട്. രണ്ടിലും ഇത് അവിടെയും പ്രിസിഷൻ ഫാമിങ് അവിടെയും വരുന്നുണ്ട്. അതായത് കൺട്രോൾഡ് കണ്ടീഷനിൽ കൂടെ ആവശ്യം മൂലകങ്ങളെല്ലാം നമ്മൾ അങ്ങനെ തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പുറത്ത് അതായത് പ്രിസിഷൻ ഫാമിൽ കൂടെ ചെയ്തിരിക്കുന്നത് നീളൻ പയറാണല്ലേ? നീളൻ പയർ. ഇതിപ്പോൾ എത്ര നാളാണ് ഇവിടെ തുടങ്ങിയിട്ട്? ഇനിയിപ്പോൾ എത്ര നാൾ കഴിഞ്ഞ് വിളവെടുക്കും? ഇപ്പോൾ പിന്നെ ഒരു 2 മാസമായി ക്രോപ്പ് തുടങ്ങിയിട്ട്. ഇപ്പോൾ
ഇപ്പോൾ വിളവെടുപ്പ് ഉടനെ തന്നെ ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം വിളവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ സന്ദീപ് സാറാണ് കോട്ടയം പോളിടെക്നിക്കിലെ സന്ദീപ് സാറാണ് ഇപ്പോൾ ഇവിടെ ഈ 2 രീതിയിലും പച്ചക്കറി കൃഷി ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഈ പഞ്ചായത്ത് ഏരിയയിൽ അല്ലെങ്കിൽ കൃഷിഭവൻ്റെ പരിധിയിൽ കൂടുതലായിട്ട് ആളുകൾ താല്പര്യപ്പെട്ട് വരികയാണെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കൃഷിഭവൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? നമുക്ക് ഇപ്പം പ്രധാനമായിട്ടും കാർഷിക മേഖലയിൽ ഇന്ന് വരുന്ന ഒരു പ്രധാന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഈ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ മാത്രമേ ഇപ്പോഴും കൃഷിയിൽ നിൽക്കുന്നുള്ളൂ. യുവതലമുറ ശരിക്കും കൃഷിയിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇത് ആധുനിക സാങ്കേതിക വിദ്യ ഇന്ന് നമുക്ക് ഒരുപാട് ലഭ്യമാണ്. അപ്പം നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും പരമാവധി കർഷകരിൽ എത്തിക്കണമെങ്കിൽ യുവജനങ്ങളുടെ സാന്നിധ്യം നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് യുവതലമുറയെ കാർഷിക മേഖലയിലോട്ട് ആകർഷിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് സന്ദീപ് ഇതിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് ഈ പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് കർഷകർ ഇതിൽ മുമ്പോട്ട് വന്നിരുന്നു. അപ്പം ഇതെങ്ങനെയായിരിക്കും, എന്താവും എന്നുള്ള ഒരു സംശയം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരു നല്ല രീതിയിൽ ഇത് ആരംഭിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് കൃഷിക്കാരും പ്രത്യേകിച്ച് യുവജനങ്ങളും യുവതലമുറയിൽപ്പെട്ടവരും ഇതിലേക്ക് വരുന്നുണ്ട്. കൂടുതൽ ആ പേരെ നമുക്ക് ആകർഷിക്കാൻ കഴിയുന്നുണ്ട്. ഒരുപാട് പേര് ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗവൺമെൻറ് ഈ സബ്സിഡി വെച്ച് തന്നെ കൂടുതൽ പ്രദേശത്ത് നമുക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കാനായിട്ട് കഴിയും. ജൈവ കൃഷിയിലൂടെ വിളയിച്ചെടുക്കുന്ന ഈ പച്ചക്കറികൾക്ക് വിൽപ്പന ഒരു വലിയ പ്രശ്നമാവില്ല എന്നാണ് ഇവർ കരുതുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വിഷമയമായ പച്ചക്കറികൾ തീവില കൊടുത്ത് വാങ്ങുന്ന മലയാളികൾക്ക് ഇത്തരത്തിൽ സ്വന്തം പുരയിടത്തിൽ വിഷരഹിതമായ വിളവ് ഉൽപ്പാദിപ്പിക്കാനാവുമെന്നാണ് ഈ കൃഷിയിടം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഹൗസിനടുത്ത് സലാഡ് കുക്കുംബറാണ് ചെയ്തിരിക്കുന്നത്. 10 സെൻറ്റ് സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത് അല്ലേ? എത്ര കുക്കുംബർ ഉണ്ടാവും തൈകൾ വെച്ചിട്ടായിരിക്കും? അതിപ്പോൾ ഒരു പുള്ളി അതിനകത്ത് ചെയ്തിരിക്കുന്നത് 14 ബെഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബെഡിൽ ഏകദേശം 40 പ്ലാന്റ്സ് വരും. അങ്ങനെ ഒരു 560ഓളം പ്ലാന്റ്സ് ടോട്ടൽ ആ 10 സെൻറ്റിനകത്ത് നിൽപ്പുണ്ട്. അപ്പം അത് പിന്നെ നട്ടിരിക്കുന്നതെല്ലാം വെറൈറ്റിയൊക്കെ എല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസാണ്. ഫോറിനിൽ നിന്നൊക്കെ വരുത്തിയതാണ്. ഒരു 100 ഗ്രാം വിത്തിന് തന്നെ ഏകദേശം 5000 പരം രൂപ നിശ്ചയ കോസ്റ്റ് ഉള്ളതാണ്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സീഡ് പോലും മുളയ്ക്കാതില്ല. എല്ലാ സീഡും നല്ല പ്ലാന്റ്സ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതിൽ വരുന്ന എല്ലാം കുക്കുംബറായിട്ട് തന്നെ, അതായത് ഫീമെയിൽ ഫ്ലവേഴ്സാണ് കൂടുതലും, മെയിൽ ഫ്ലവേഴ്സ് ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ അതെല്ലാം പ്രോഡക്റ്റായിട്ട് മാറുകയാണ്. അപ്പം നല്ലൊരു വിപണന സൗകര്യം കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലൊരു സംരംഭമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ പുറത്ത് 25 സെൻറ്റിൽ പ്രിസിഷൻ ഫാമിലൂടെ ചെയ്തിരിക്കുന്നത് പയറാണ്. അതിനങ്ങനെ പയർ തന്നെ ചെയ്തതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇല്ല, രണ്ടും കൂടെ പയറും നമ്മുടെ അതിനകത്ത് ചെയ്യാം. പിന്നെ പോളി ഹൗസിനകത്ത് പയർ ചെയ്യാം. അപ്പം രണ്ടും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി അന്ന് വരുത്തിയത്. എങ്കിലും ആദ്യം ഒരു പരീക്ഷണമെന്ന നിലയിൽ ആദ്യം ചെയ്തെന്നേ ഉള്ളൂ. അടുത്ത് ഇത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഫുള്ള് കഴിഞ്ഞതിന് ശേഷം, കുക്കുംബർ കഴിഞ്ഞതിന് ശേഷം കൗപ്പിയകത്തിടാനാണ് സന്ദീപ് ഉദ്ദേശിക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. പുറത്ത് നിൽക്കുന്നത് ഇപ്പം വിളവെടുക്കാൻ സമയമായോ? പയർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ അത് പിന്നെ ഇപ്പോൾ ഫ്രൂട്ട് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതിന് ഒരു ഏകദേശം 1-1.5 ആഴ്ചയും കൂടെ കഴിഞ്ഞാലേ അതിൻ്റെ ഹാർവെസ്റ്റിംഗ് തുടങ്ങുള്ളൂ. കുക്കുംബർ വിളവെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ? തുടങ്ങി. അപ്പോൾ ഈ ഇവിടെ ഇപ്പം ആദ്യത്തെ ഒരു വിജയമാണിത്. ഇത് കണ്ട് ആളുകൾ ഇനി കൂടുതൽ ഇതിനകത്ത് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അവർക്ക് ഇനി കൃഷിഭവൻ ഇനി ഒരു താല്പര്യപ്പെട്ട് വരുന്നവരെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനായിട്ട് കൃഷിഭവൻ ഏത് തരത്തിൽ അവരെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്? അങ്ങനെ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഏത് തരത്തിലെന്ന് പറഞ്ഞാൽ ഇപ്പം നേരിട്ട് ഇപ്പം ഇവരെ എങ്ങനെ അറിയിക്കുന്നു? മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും. കാരണം അവിടെ വരുന്ന കർഷകർ, താല്പര്യപ്പെട്ട് വരുന്നവരെല്ലാവരും, അപ്പോൾ സന്ദീപ് തന്നെ ആദ്യം ഇവിടെ വന്നപ്പോൾ ഇവിടെ ഈ പ്രദേശത്തൊന്നും ആദ്യം ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ആദ്യം ചിറക്കര കൃഷിഭവൻ്റെ കീഴിലുള്ള 2 ഫാമേഴ്സ് ചെയ്തു എന്ന് പറഞ്ഞു, ചവറ കൃഷിഭവൻ്റെ കീഴിൽ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെ എല്ലായിടവും പോയി ഇവർക്ക് ആദ്യം ട്രെയിനിങ് കൊടുത്തായിരുന്നു നമ്മുടെ ജില്ലാ ലെവലിൽ. പിന്നെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ ഇതിൽ ജില്ലാ ലെവലിൽ ഇവർക്ക് ഈ ഇതിന് താല്പര്യപ്പെട്ട് വരുന്ന എല്ലാ കർഷകർക്കും പരിശീലനം നൽകിയായിരുന്നു. അതുകൂടാതെ തന്നെ ഇത് ചെയ്തവരുടെ പ്ലോട്ടുകളെല്ലാം പോയി കാണാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ സന്ദീപ് നല്ല ഇൻട്രസ്റ്റഡ് ആണ്. പുള്ളിക്കാരൻ എല്ലാ കൃഷിഭവൻ ചിറക്കര പോയി കണ്ടു, പല സ്ഥലങ്ങളിലും പോയി കണ്ട് അതിൻ്റെ സാധ്യത മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പോൾ ആപ്ലിക്കൻസ് ഇങ്ങോട്ട് വരുന്നവരെ മാത്രമേ നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ? അല്ല, ആദ്യത്തെ സംരംഭമായുണ്ട്. നമുക്കത് വിജയിക്കോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നമുക്ക്
ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ പല കമ്മിറ്റികളിലും പഞ്ചായത്തിലും ഒക്കെ ഇതിന് ഒരു നല്ല പിന്നെ പ്രചാരണം കൊടുത്തിട്ട് കൂടുതൽ കർഷകരെ നമുക്കിതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇനി സാധിക്കും. കാരണം നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു ഇതായി കഴിഞ്ഞതുകൊണ്ട്. ഇപ്പോൾ ഈ കർഷകർ സന്ദീപ് സാർ നേരിട്ട് തന്നെയാണോ അവരുടെ ഈ വിളകളൊക്കെ വിപണനം ചെയ്യാൻ ഉദ്ദേശിച്ചത്? അതെ, പുള്ളി ഇപ്പോൾ നേരിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഓപ്പൺ മാർക്കറ്റിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനൊരു വിപണന ഇത് ശരിക്കും ക്ലിയർ ആയിട്ടില്ല. ഇനിയിപ്പോൾ അതാണ് അടുത്ത ഘട്ടം. അത് കൃഷിഭവൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ കൃഷിഭവനിലൂടെ അങ്ങനെ ഏതെങ്കിലും ഒരു വിപണി കണ്ടെത്താനായിട്ട് അവരെ ഇപ്പോഴും നമുക്ക് വിപണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പെരുന്നാട് കൃഷിഭവൻ്റെ കീഴിൽ VFPCKയുടെ വിപണിയുണ്ട്. പിന്നെ അവിടെ ലോക്കൽ മാർക്കറ്റും ഉണ്ട്. അവിടെയൊക്കെ കൊണ്ടുത്താൽ നല്ല വില കിട്ടും. പുള്ളി പിന്നെ കൂടാതെ നമ്മുടെ അഞ്ചാലുമൂടൊക്കെ ഉള്ള ഐമാളോ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് എല്ലായിടത്തും പോയി തിരക്കുന്നുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ ഇതിനു മുമ്പ് പിന്നെ സന്ദീപ് ഇവിടെ വാഴയാണ് ചെയ്തിരുന്നത്. അപ്പോൾ വാഴയൊക്കെ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നിടത്തൊക്കെ അവിടെയൊക്കെ എല്ലായിടവും കണ്ടുവച്ചിട്ടുണ്ട്. അവരെല്ലാം എടുത്തോളാന്ന് ഇപ്പം സമ്മതിക്കണം. അപ്പോൾ പുള്ളിക്കത് കൃഷി എന്തായാലും ഒരു ചെയ്തിരിക്കുന്ന അതൊന്നും വിപണനത്തിന് ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ടാകത്തില്ല. പിന്നെ 3-4 കർഷകരെല്ലാം കൂടെ ചെയ്തു തുടങ്ങുമ്പോൾ ഒന്നിച്ച് പ്രോഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് വിപണനം ബുദ്ധിമുട്ടാവും എന്ന് തോന്നുന്നു. അപ്പം അതിന് നമുക്കൊരു വഴി കണ്ടെത്തിയേ മതിയാവും. പുതിയ കാലത്തിന് നവീന കൃഷിരീതി എന്ന ആശയം ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. 6 ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്ത് 2.5 ലക്ഷം രൂപയോളം സബ്സിഡി നേടി കൃഷിയെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തിരിക്കുന്ന സന്ദീപിന് സമീപ ഭാവിയിൽ തന്നെ ലാഭത്തിലേക്ക് കുതിക്കാനാവുമെന്നതിന് സംശയം വേണ്ട. ഇതൊരു മാതൃകയായി കണ്ട് മറ്റു ചെറുപ്പക്കാരും കൃഷിയിലേക്ക് ഇറങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ സന്ദീപ്. നമ്മുടെ നാട്ടിൽ സാധാരണയായി ചെയ്തു വരുന്ന കൃഷിയും ഹൈടെക് ഫാമിങ്ങിലൂടെയുള്ള കൃഷിയും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാം എന്നുള്ളതാണ് ഹൈടെക് ഫാമിങ്ങിലൂടെയുള്ള ഏക നേട്ടം. മാത്രമല്ല, ഇതുമൂലം വിളയിച്ചെടുക്കുന്ന പച്ചക്കറികൾക്ക് യാതൊരു കീടബാധയും ഉണ്ടാകുന്നില്ല. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന വിത്തുകളോ ഹൈബ്രിഡ് വിത്തുകളും. മാത്രമല്ല, പോളിഹൗസിലൂടെ വിളയിച്ചെടുക്കുന്ന പച്ചക്കറികൾക്ക് മാർക്കറ്റിൽ വളരെ നല്ല റേറ്റും കിട്ടുന്നുണ്ട്. ഇതാ വേറെന്തെങ്കിലും മതി. ഇതെന്താ ചേട്ടാ, ഇത്ര കുറച്ച് രാസവളം മതിയോ? കൃഷിപ്പണി വിടുവാണോ? കൃഷിപ്പണിയല്ല, വിവരക്കേട് വിടുകയാണ്. മണ്ണ് പരിശോധിപ്പിച്ചു. ഇനി മുതലാളി എത്ര വളം വേണോ അത്രയും മാത്രമേ വയലിലിടൂ. കർഷക സോദരരെ, ഇന്ന് തന്നെ ജില്ലയിൽ അടുത്തുള്ള ഭൂമി പരീക്ഷണ ലബോറട്ടറിയിൽ തീർച്ചയായും മണ്ണ് പരിശോധിപ്പിക്കുക. മണ്ണിൽ പോഷക തത്വങ്ങളും ഈർപ്പവും ചെടിയുടെ വളർച്ചയും കണക്കിലെടുത്ത് ആവശ്യത്തിന് മാത്രം പോഷക തത്വം ചേർക്കുക. പിന്നെ മണ്ണിൽ സൾഫർ, സിങ്ക്, ബോറോൺ പോലുള്ള സൂക്ഷ്മ പോഷകങ്ങൾ ഉണ്ടോ എന്ന് നോക്കാനും മറക്കരുത്. രാസവളത്തിന്റെയും ജൈവവളത്തിന്റെയും ശരിയായ ഉപയോഗം വഴി ഭൂമിയുടെ വളക്കൂറ് നിലനിർത്തൂ, ഉൽപാദനം വർദ്ധിപ്പിക്കൂ, ചെലവ് കുറയ്ക്കൂ, വിലപ്പെട്ട വിദേശ നാണ്യം ലാഭിക്കാനും സഹായിക്കൂ. മന്ദഗതിയിൽ നൈട്രജൻ പുറത്തുവിടുന്ന രാസവളങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്ക് കലർന്ന യൂറിയ പോലുള്ളവയ്ക്ക് മുൻഗണന നൽകൂ. പിന്നെ ഇലകളിൽ യൂറിയ തളിക്കുക. അല്ല, ചേട്ടൻ ശരിക്കും ബുദ്ധിശാലിയായല്ലോ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ജില്ലാ കൃഷി ഓഫീസർ അല്ലെങ്കിൽ കിസാൻ കോൾ സെന്റർ. അമ്മേ, ചോറ് വിളമ്പമ്മേ. ഒന്ന് ക്ഷമിക്കും മോളെ, ഇതുവരെയും പരിപ്പ് വെന്തിട്ടില്ല. വിഷമിക്കാതിരിക്കും പൊന്നുന്റെ അമ്മേ, ഇത്തവണ നമ്മുടെ പരിപ്പ് ശരിക്കും വെന്തോളും. എന്ന് വെച്ചാലോ? ഇത്തവണ NFSM കീഴിൽ പരിപ്പിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ രീതികൾ കാണിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് 1000 മേഖലകൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രദേശവും ഉൾപ്പെടുന്നു. ഇതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? നമുക്ക് നമ്മുടെ 5 ഏക്കർ പാടത്തിന് വളവും കീടനാശിനിയും കൂടാതെ മേൽത്തരം വിത്തിന്റെ മിനി കിറ്റും ലഭിക്കുമെന്നേ. പക്ഷേ ഇത്രയും പരിപ്പ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ? എന്റെ ഭാര്യയെ, ഇപ്പോ സർക്കാർ പയർവർഗ്ഗങ്ങളുടെ താങ്ങുവിലയും നന്നായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇത് വാങ്ങുവാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തിരിക്കുന്നു. ഇതുമൂലം നമ്മുടെ വരുമാനം വർദ്ധിക്കില്ലേ? പിന്നെ നമ്മുടെ മോള് നല്ല സ്കൂളിൽ പോയി ഒരു വലിയ കൃഷിശാസ്ത്രജ്ഞയാകില്ലേ? സുഗന്ധത്തിന്റെ ചാമരം വീശി സ്വാദിന്റെ അലകൾ ഉയർത്തി പുരോഗതിയുടെ പാതയൊരുക്കി പുഞ്ചിരി പൂഞ്ചിറക് വിടർത്തി നാടാകെ പച്ചപ്പ് ചാർത്തി വ്യവസായങ്ങൾക്ക് അവസരമൊരുക്കി പൂന്തേൻ മാധുര്യം പരത്തി ആഹ്ലാദത്തിന്റെ തിരകൾ ഉയർത്തി NHM ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഞങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ മന്ദഹാസം. അമ്മേ, ഞാൻ സ്കൂളിൽ പോവുക പഠിക്കാൻ. സ്കൂളിലോ?
കല്യാണം കഴിച്ചു വരുമ്പോ പറഞ്ഞിരുന്നല്ലോ നീ പഠിപ്പുള്ളവളാണെന്ന്. എന്റെ അമ്മേ, ഫാം സ്കൂളിലേക്കാ പോകുന്നത്. കൃഷിയുടെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എന്റെ കൂടെ വന്നോളൂ അമ്മേ. ഫാം സ്കൂൾ ഇവിടെ പാടത്ത് വിളകൾ വർദ്ധിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കർഷകർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതായത് മണ്ണിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ വളം, മേൽത്തരം വിത്ത്, പിന്നെ ആവശ്യാനുസരണം കീടനാശിനി. അതായത് കുറഞ്ഞ ചിലവിൽ അധിക ലാഭം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സൂക്ഷ്മ കൃഷിയിൽ പരിശീലന പരിപാടി. കാർഷിക യന്ത്രങ്ങളുടെ വ്യാവസായിക ഉൽപ്പാദനത്തിന് ധാരണയായി. വിശദമായ വാർത്തകളിലേക്ക്. തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രിസിഷൻ ഫാമിംഗ് അഥവാ സൂക്ഷ്മ കൃഷിയെ സംബന്ധിച്ച് പരിശീലന പരിപാടികൾ നടത്തുന്നു. താൽപ്പര്യമുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ്. പരിശീലന കാലയളവിൽ താമസവും ഭക്ഷണവും സൗജന്യമായിരിക്കും. 50 പേരടങ്ങിയ ഒരു ബാച്ചിനാണ് ഒരു സമയം പരിശീലനം നൽകുക. ഇതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9446279626. തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല അഗ്രി ഫാമിൽ വിവിധതരം പച്ചക്കറി വിത്തുകളും വിവിധ കാർഷിക വിളകളുടെ നടീൽ വസ്തുക്കളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. പഴവർഗ്ഗ വിളകളായ പ്ലാവ്, മാവ്, സപ്പോട്ട, പേര, മാംഗോസ്റ്റീൻ എന്നിവയുടെ ഗ്രാഫ്റ്റ് തൈകളും മുരിങ്ങ, വാളൻപുളി, കശുമാവ് എന്നിവയുടെ ഗുണമേന്മയുള്ള തൈകളും വിൽപ്പനയ്ക്കായി തയ്യാറായിട്ടുണ്ട്. റെഡ് ലേഡി എന്ന ഇനം പപ്പായ തൈകളും വിവിധ ഇനം വാഴത്തൈകളും ലഭ്യമാണ്. ഇതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0472284688. മറ്റൊരു നമ്പർ 047228466622. കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് മലിനജല സംസ്കരണം, ജൈവവാതക ഉൽപ്പാദനം എന്നിവയിൽ പരിശീലനം നൽകുന്നു. ജൂൺ 10-11 തീയതികളിലാണ് പരിശീലനം. പരിശീലന ഫീസ് 800 രൂപയാണ്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന പക്ഷം ഫീസ് ഇനത്തിൽ 50% ഇളവ് ലഭിക്കും. റബ്ബർ ഉൽപ്പാദക സംഘത്തിൽപ്പെട്ട അംഗങ്ങൾക്ക് അംഗത്വ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന പക്ഷം ഫീസ് ഇനത്തിൽ 25% ഇളവ് ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0481235325. മറ്റൊരു നമ്പർ 048123533127. കേരളത്തിലെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായതും രോഗപ്രതിരോധ ശേഷിയുമുള്ള വിത്തുകൾ സംസ്ഥാന വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആലത്തൂരിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റിൽ ലഭ്യമാകും. വിത്തുകൾക്ക് ഇനി പറയുന്ന വിലാസത്തിൽ ബന്ധപ്പെടാവുന്നതാണ്. ഡെപ്യൂട്ടി മാനേജർ SPP, സീഡ് പ്രോസസ്സിംഗ് പ്ലാന്റ്, ഗുരുകുലം സ്കൂളിന് സമീപം, ആലത്തൂർ, പാലക്കാട് ജില്ല. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0492222706. കേരള കാർഷിക സർവകലാശാലയുടെ തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ വികസിപ്പിച്ചെടുത്ത വിവിധ കാർഷിക യന്ത്രങ്ങളുടെ വ്യാവസായിക ഉൽപ്പാദനത്തിനുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു. പരിഷ്കരിച്ച തെങ്ങുകയറ്റ യന്ത്രം, പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കാവുന്ന വരമ്പുകോരി യന്ത്രം അഥവാ ബൺ ഫോർമർ എന്നിവയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിനാണ് ധാരണയായത്. തെങ്ങുകയറ്റ യന്ത്രത്തിന്റെ ഉൽപ്പാദനം ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസും വരമ്പുകോരി യന്ത്രത്തിന്റെ നിർമ്മാണം അത്താണിയിലെ കാംകോയുമായിരിക്കും നിർവഹിക്കുക. മൃഗസംരക്ഷണ വകുപ്പിന്റെ ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററുകളിൽ മുയൽ വളർത്തലിനെക്കുറിച്ച് ശാസ്ത്രീയ പരിശീലനം നൽകുന്നു. തിരുവനന്തപുരം ജില്ലയിലെ കൊടപ്പനക്കുന്ന്, കൊല്ലം ജില്ലയിലെ കൊട്ടിയം, കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ്, എറണാകുളം ജില്ലയിലെ ആലുവ, പാലക്കാട് ജില്ലയിലെ മലമ്പുഴ, കണ്ണൂർ ജില്ലയിലെ മുണ്ടയാട് എന്നീ സെന്ററുകളിൽ പരിശീലനം ലഭിക്കും. തിരുവനന്തപുരത്തെ മിത്രാനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ കൂൺ വിത്ത് ഉൽപ്പാദനത്തിൽ പരിശീലന പരിപാടി നടത്തുന്നു. ജൂൺ 5 മുതൽ ഒരാഴ്ച നീളുന്നതാണ് പരിപാടി. താൽപ്പര്യമുള്ള കർഷകർക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047128822086. മറ്റൊരു നമ്പർ 9387882778. അടുത്തതായി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 16,950 രൂപ, റബ്ബർ RSS 5 16,600 രൂപ. വെളിച്ചെണ്ണ
ക്വിൻ്റലിന് 6100 രൂപ. കൊപ്ര 4500 രൂപ. കുരുമുളക് 33,600 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1000-ന് 6000 രൂപ. നാളികേരം തൊണ്ടില്ലാതെ 1000-ന് 8000 രൂപ. കമ്പോൾ അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് 35,100 രൂപ. അൺഗാർബിൾഡ് കുരുമുളക് 33,600 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് 32,500 രൂപ. വയനാടൻ കുരുമുളക് 32,000 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് 4,250 രൂപ. തളിപ്പറമ്പ് 4,000 രൂപ. കാസർഗോഡ് 3,800 രൂപ. വെളിച്ചെണ്ണ കണ്ണൂർ 6,500 രൂപ. കോട്ടയം 6,400 രൂപ. ആലപ്പുഴ 6,000 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.7, 25.8. കൊച്ചി 32.8, 23. ആലപ്പുഴ 31.4, 23.6. പുനലൂർ 33.4, 24.2. തിരുവനന്തപുരം 32.4, 24.9 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.